ഡേ 3 ഇൻ ഹോച്ചിമിൻ സിറ്റി. ഇന്നത്തെ പ്ലാന് കൂച്ചി ടണൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ ഫുൾ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എയർബിഎൻബി റൂം വലിയ കുഴപ്പമില്ലായിരുന്നു. ചെറിയ അവിടെ ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ, പക്ഷേ കുഴപ്പമില്ല, നല്ല റൂം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് പിന്നെ ഒന്നും. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. കോംബോ ഗിഫ്റ്റ് മസാജ് കണ്ടല്ലോ, ഇവിടെ മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി പോലോ. ഇല്ലല്ലോ. ഇതാണ് പുറത്തേക്കുള്ള വഴി. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു അധോലോകം പോലെയാണ്, പക്ഷെ ഇന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. നല്ല വെയിലാട്ടോ പുറത്ത്, എക്സ്ട്രീം വെയിൽ. എനിക്ക് എങ്ങോട്ട് പോണം? ഞങ്ങളിൽ വേസ്റ്റ് ഉണ്ട്, ഇനിയിപ്പോൾ എവിടെ കളയണം. കാര്യമായിട്ടൊന്നുമില്ല. പഴത്തൊലി ഇപ്പോൾ 2 ദിവസമായിട്ട് പഴമാണ് ഫുഡ്, പിന്നെ വിയറ്റ്നാമീസ് ഫുഡ്. ഇവിടെ വെയിലുള്ളണ്ടേ. ഇത് ബയോ വേസ്റ്റ് ആണോ? ആണ്. ആക്ച്വലി ഇന്നത്തെ പ്ലാൻ എന്താ? അതിന് മുന്നേ എന്തെങ്കിലും അതിന് മുന്നേ സൈക്കിളില് അനൗൺസ് ചെയ്ത് പോകുന്ന സാധനം കഴിക്കണം. ഇനി അതെവിടെയാണോ കാണാൻ. ഞങ്ങള് ഒരു ഷോർട്ട് കട്ട് അടിച്ച് കയറിയപ്പോൾ ഇവിടെ ഒരു പാളയം മാർക്കറ്റിലേക്കാണ് എത്തി. പാളയം മാർക്കറ്റ് പോലത്തെ ഒരു മാർക്കറ്റ്. ലാസ്റ്റ് ആയ് ഇവിടെ ഇതുണ്ടായിട്ട് നമ്മൾ അവിടെ പോയി തപ്പിയ. ഒരു കാര്യം ചെയ്ത് ശ്രദ്ധിച്ചേ, ഇവിടെ കശ്മീരിലുള്ള ആൾക്കാരില്ലല്ലോ. അതാ ചില ആൾക്കുണ്ട്. ഉണ്ടോ? രണ്ടാമത്തെ ആളെയും കണ്ട്. ഞാനിപ്പോൾ ആക്സിഡൻ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ കഷണ്ടിലുള്ള ആൾക്കാരില്ലല്ലോ. സ്പോട്ടിൽ 2 ആളെ തന്നെ കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു ലോക്കൽ മാർക്കറ്റ് കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് എന്ത് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കഴിക്കബിളായിട്ടൊന്നും തോന്നുന്നില്ല അല്ലേ? എല്ലാവരും കഴിക്കുന്നു ഇവിടുന്ന്. ഇത് മിഷലിൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇത് മിഷലിൻ റെസ്റ്റോറൻറ്റ് ആവുന്നു. മിഷലിൻ റേറ്റിംഗ് അറിയോ? മിഷലിൻ കിട്ടി കഴിഞ്ഞാൽ 1 ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൻ്റെ. അവിടെ ബോർഡ് ഉണ്ടാവും. രാവിലെ തന്നെ ഇത്രയും ഹെവി ആയിക്കണോ? അല്ല ലൈറ്റായിട്ട് എന്ത് ചെയ്യുമ്പോൾ അല്ലേ? ഞങ്ങൾ ഫസ്റ്റ് പോയ ലഗേജിൻ്റെ സ്പേസ് തുറന്നിട്ടില്ല ഒന്ന്. ഞങ്ങൾ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. അതൊരു ലോക്കൽ ഏരിയൻ്റെ ഉള്ളിലേക്ക്, അവിടെ കാണുന്നേ ഇല്ല. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് സ്പേസ് ഗൂഗിൾ ചെയ്യും, ലഗേജ് ലോക്കർ. എന്റെ സാധനമാണോ അത്? അറിയില്ല, എന്റെ സാധനം അറിയില്ല. അപ്പോൾ വാങ്ങി കഴിച്ച് പോകേണ്ടി വരും. കഴിച്ചാലോ? Ciao. Baba. 2. Hai cái Chicken. không chicken no pork Pork. Yes. Chili
Chili. ചില്ലി യെസ് മുളക് ചില്ലി One. ഓക്കെ Mấy? Hai ổ. Hai ổ cái thịt trên đèn được. ഓർക്കിഡു Biết mãi thì nó sao vậy? Đợi đi. ക്യാമോൺ ഇന്ന് മതിയല്ലേ? ഇന്ന് മതിയോ കഴിച്ചോക്കാം എവിടെയും തൊട്ടോ Bạn cho hai cái chuối. Ăn một tiêu nha. Rất là ok luôn đây. Thank you. Tặng. ക്യാമോൺ Rồi, bút chục. ഓക്കെ ഇപ്പൊ ഞങ്ങള് രണ്ട് ബണ്ണി Bánh mì chả lụa. ചാ ലോ Chả lụa. ചാ ലോ Bánh mì chả lụa. ബണ്ണി ചാ ലോ Chả lụa đúng rồi. Có heo. Ông. ഓക്കെ Đúng rồi, ok. പോർക്ക് ആ പോരാ പണ്ടാറോ വാങ്ങിക്കണ്ടില്ലായിരുന്നു ഒന്നും മതിയായിരുന്നു. അപ്പൊ ഞങ്ങള് ആന്റിന്റെ അടുത്ത് ബണ്ണി ചാ ലോവ കഴിച്ചിട്ടുണ്ട്. ഇത് പോർക്ക്, ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് പോർക്കാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, കണ്ടപ്പോൾ ഇത് വാങ്ങി നോക്കിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സംഭവം, നോ ഫ്ലേവർ. ഇവരെന്തോ കുറച്ച് പച്ചക്കറിയും പോർക്കിൻ്റെ 3-4 റോസ്റ്റ് ചെയ്ത പീസും കുറച്ച് സോയാ സോസും അത്രയേ ഉള്ളൂ. ആയിട്ട് കഴിഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ആസ്ലിക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം? ഒരു 2 പഴം ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ആഷ് ദേഷ്യത്തിലാണ് രാവിലെ തന്നെ. വിയറ്റ്നാമീസ് അറിയാത്തതുകൊണ്ട് അയമേൻ ഒന്നും പറയാതെ വിട്ട് അല്ലേ? ഇങ്ങോട്ട് തന്നെയാണോ? ഞങ്ങൾ 20,000 ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് ഞങ്ങൾ 20,000 40,000 പോയി കിട്ടി. ആസ്ലി ബൺ മീ ചൗ ലോവ എങ്ങനെയുണ്ട്? ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ ഭയങ്കര ഒരു അല്ലേ എൻജോയ്മെൻറ്റ് മൂഡിലാണ്. ഒന്നും പറയാൻ പറ്റില്ല, വാക്കുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഏതോ ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ മറ്റേ ഹോച്ചിമിൻ ആ പ്രതിമേൻ്റെ ബാക്കിലുള്ള ഒരു സ്ഥലം കണ്ടി. ഇന്നലെ വന്ന സ്ഥലം അവിടെ തന്നെ പോകുന്ന വഴിക്ക് അത് കണ്ടപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങളിത് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഫ്രീ വാട്ടർ തിരഞ്ഞെടുക്കിയിരുന്നു. നോക്കുമ്പോൾ ഫ്രീ വാട്ടർ ഞങ്ങൾ മുന്നിൽ തന്നെ, ഞങ്ങൾ ഇരിക്കുന്നതിന് സൈഡ് ഇതായിരിക്കണം ഇല്ലാണെന്നുള്ള വെള്ളം എടുക്കും. ഇത് പ്രസ് ചെയ്താൽ ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ ആഷ്ലി ഇപ്പോൾ സന്തോഷമായി, ദേഷ്യമൊക്കെ മാറി മാൻമീക്വ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് വാക്കുകൾ പറയൂ മാൻമീക്വനെ പറ്റി. റിയലി അമേസിങ് എന്നാ പറയുക, മാർവലസ്, റിയലി അമേസിങ് ആഷ്ലി പറയും. ഞാനത് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് ലൈറ്റ് കളർ ഡ്രസ്സും ലൈറ്റ് വെയിറ്റ് ഡ്രസ് ഇട്ടിട്ട് വരും. അത് പറയാൻ വിട്ടു. നല്ല ഹോച്ചിമിനിൽ നല്ല വെയിലാണ്. 10 മണിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റൂം AC ആണ്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ റൂമിലിരുന്നാല് ടൈം അറിയാൻ പറ്റില്ല. റൂമിലിരുന്നാൽ ടൈം അറിയാൻ പറ്റില്ല. ടൈം വേഗം പോവുകയും ചെയ്യും. നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അറിയില്ല, സമയം വേഗം പോകുന്നുണ്ട്. അതുപോലെ റൂമിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നമ്മളെ കോഴിക്കോട് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാ പറയുക, കണ്ണൂരൊക്കെ ഉള്ളൊരു ടൈമില്ലേ, ഒരു ഹീറ്റില്ലേ, ഒരു ഏപ്രിൽ ടൈം ആകുമ്പോൾ ഏകദേശം ആ ഒരു ഹീറ്റാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ മാർച്ചിലാണ് വിസിറ്റ് ചെയ്തത്. ഇന്ന് എത്രയാ? മാർച്ച് 11 ഇന്ന് 12 അല്ലേ? 11 അല്ലേ? മാർച്ച് 11 അപ്പോൾ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിലൊക്കെ ഇവിടെ ഹീറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ ഹാനോയ് ഉണ്ട്, വിയറ്റ്നാമിൻ്റെ ടോപ്പിലുള്ള, അവിടെയൊക്കെ 17 ഡിഗ്രി 16 ഡിഗ്രി ഒക്കെ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വെതറിൽ നോക്കിയപ്പോൾ കാണിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഓരോ സീസൺസ് ആണെന്ന് തോന്നുന്നു. ഓരോ ഭാഗത്തെ സെൻട്രൽ വിയറ്റ്നാമിൽ വേറെ സീസൺ, ഹനോയ് സൗത്ത് നോർത്തൊക്കെ ഡിഫറെൻറ്റ് സീസൺസ് ആണെന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പോൾ എന്തായാലും ലൈറ്റ് ഡ്രസ്സ് ഇടുക. ഞങ്ങൾ ആകെ കൊണ്ടുവന്ന് 2-3 പാൻസാണ്, എല്ലാം ഡാർക്ക് കളേഴ്സാണ്. ആകെ 2 വൈറ്റ് ടീഷർട്ടുള്ളൂ. ഹീറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഡ്രസ്സസ് കൊണ്ടുവരാ. ഇല്ലേ പെടും ഗായ്സ്, പെട്ടുപോകും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാൻമി പോവാം അല്ലേ, ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഈ കാണുന്നതാണ് എന്താ കാഫേ അപ്പാർട്ട്മെൻറ്റ്സ്. ഈ ബിൽഡിങ്ങിൽ കംപ്ലീറ്റ് കോഫി ഷോപ്സ് ആണ്, റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കോഫി ഷോപ്സ് ഓൺലി, വേറെ ഒന്നുമില്ല. ഞങ്ങളിവിടെ കയറുന്നില്ല, കാരണം കാര്യമായിട്ടൊന്നുമില്ല, ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ടാണ്. ഈ ഫുൾ ബിൽഡിങ്ങും കോഫി ഷോപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഫോട്ടോ എടുക്കണുണ്ടോ, കാഫേ അപ്പാർട്ട്മെൻറ്റ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആഷ്ലി ഒരു ഫോട്ടോ എടുക്കാൻ പോവാം. ആഷ്ലി ലുക്ക് അറ്റ് മീ. ആഷ്ലി ഫോട്ടോഗ്രാഫിക് സ്കിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ട്രൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആര് സൂം ചെയ്യുന്നു? ആഷ്ലി കാര്യമായിട്ട് ആര് സൂം ചെയ്യുന്നുണ്ട്? ഏതോ നല്ല ചെക്കന്മാരെ കണ്ടിട്ട് സൂം ചെയ്ത് നോക്കാം. ചെക്കന്മാരല്ല, പെമ്പിള്ളേരുണ്ടെങ്കിൽ ഞാൻ സൂം ചെയ്തോളാം. ഏതാ ചേച്ചൻ? കോഫി ഷോപ്പുള്ളോ? മൂപ്പർക്ക് മലയാളം മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇവിടെ ചെക്കന്മാരെ സൂം ചെയ്യാറുണ്ട്. മൂപ്പർ ചിരിക്കുന്ന അവിടെ നിന്ന്. ചൈനീസാ മൂപ്പര്? ഫേസ് എങ്ങനെയാ? ഇംഗ്ലീഷുകാരൻ്റെ ചിരിക്കുന്നു. മൂപ്പർക്ക് മലയാളം കുറച്ച് അരിയും തോന്നുന്നുട്ടോ. ഒരു ചിരി വള നോക്കിയിട്ട് മോളെ ചക്കില ചേച്ചി വന്നാന്ന് ചോദിച്ചിട്ട്. അതെന്തായാലും നൈസായിട്ട്. ഇത് പകല് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇവിടെ നൈറ്റ് വരണം, നൈറ്റ് വന്നിട്ട് കാര്യമുള്ളൂ. പകല് വന്നാൽ നല്ല വെയിലുണ്ടാവുന്നല്ലാതെ വേറെ തേങ്ങയില്ല ഉണ്ട്. വെയിൽ ഉള്ളതാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഇരിക്കാനാണെങ്കിൽ കൂളാട്ടോ. ഈ പാർക്ക് ബെഞ്ചിലൊക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല വൈബാ. കുറേ ഫോറിനേഴ്സിനൊക്കെ കാണാം, ഇവിടുത്തെ ലോക്കൽസിനെ കാണാം, ഇങ്ങനെ ഇരിക്കാം. ഞങ്ങളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഒരു മാളിലേക്കാണ് കയറുന്നത്. ഇതാണോ അറിയില്ല, പക്ഷേ ലൊക്കേഷനിൽ ഇതാ കാണിക്കുന്നു. എടുത്ത് സ്മാർട്ട് ലോക്ക്. കാട അയ്യോ കുടുങ്ങിയുള്ളത്. കാർഡ് പേയ്മെന്റ് ആവും. 90,000 and a half. 2 ലക്ഷം പെർ നൈറ്റ്. വാ ഗൈസ്, ഗൈസ്, ദിസ് ലഗേജ് ലോക്കർ ഈസ് വെരി എക്സ്പെൻസീവ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ അത്യാവശ്യം പ്രീമിയം പ്രൊഡക്ട്സ് വിൽക്കുന്ന മോളിലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ റേറ്റ് വരുന്നത്. നമുക്ക് ടണലിൽ പോണ്ടേ? ഇത് കണ്ടാ എനിക്ക് സൈക്കിളല്ലേ ഇങ്ങനത്തെ ഞങ്ങള്. സ്മാർട്ട് ലോക്കർ, ഇത് സ്മാർട്ട് ലോക്കറിന് 1 hour 70,000 VND, സ്മോളിന് 35 per hour. ഞങ്ങൾക്ക് എന്തായാലും ഒരു 8-10 മണിക്കൂർ വേണം. അപ്പം എന്തായാലും മുതലാവില്ല, 3 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇവിടെ ലോണ്ടറി കയറി വയ്ക്കാലോ. ഇവിടെ ലഗേജ് വെക്കാൻ പറ്റില്ല. വാഷ് ഷൂസ്. ഹലോ, ഇവിടെയാണോ? ഡാൻസ് ഇതാണെന്ന് തോന്നുന്നു. Hello, do you guys know where we can place the locker? Is it locker service here? Yeah, they're right here. You just like that's which one you want, and then Okay. yeah, that's the prices for it. I got you. Thank you. Oh yeah, no problem. It's not hard. എങ്ങനെ പേ ചെയ്യേണ്ടത്? 6 hours കുറവാ. Yeah. Mine said the hour. Yours says 2 hours and 42 minutes. I don't know. എന്താ ചെയ്യാം? Mine said
Ends when you're leading some parts of you like fully dry, which is a good thing. It's, you know, they're not like shrinking. But I don't know. It's a little. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ചാർജർ മാത്രം എടുത്തു. ഇനി ആഷ്ലീൻ്റെ ബാഗിൽ നിന്ന് ആഷ്ലി കേബിൾസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ബാക്കി ഡ്രസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ, സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കയ്യിൽ. എൻ്റെ പാസ്പോർട്ട് ഇല്ല കയ്യിൽ. ഇപ്പോൾ പാസ്പോർട്ട് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. Always put them down to my last. അല്ല പാസ്പോർട്ട് അല്ല, ലഗേജ് ഡ്രസ്സ് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്റ്റോർ ചെയ്ത് ഞാൻ ടോപ്പിൽ തന്നെ വെക്കാൻ പറ്റുമോ? ടോപ്പിൽ തന്നെ വെക്കാൻ പറ്റുമോ? ടോപ്പിൽ തന്നെ വെച്ചോ. ഇവിടെ അവിടെ നിന്ന് നോക്കി എനിക്ക് കണ്ടോ? ആ 20 കിട്ടി, 30, 10 മോർ. Yeah. ആ വലുതാ 10 അല്ല, ലക്ഷമാണ്. ഏത് Yeah. തിരിച്ചിട്ടോ? സീഡ് 40K എന്നെ പേടിപ്പിക്കുന്നു. Wait, bro. 50K. പാസ്വേഡ് 81114. No, I went to school and അങ്ങനെ ഞങ്ങൾ ലോക്കർ ഇവിടെ സെറ്റാക്കി. ഇനി ഹാൻഡ്സ് ഫ്രീ ആയിട്ട് കുറച്ച് നടക്കട്ടെ. because താങ്ക്സ് മാൻ, താങ്ക്സ് ഫോർ ഹെൽപ്പ്. especially now, it's so many people like this here, especially like I've noticed so for future. ഇപ്പം ഞങ്ങൾ സാധനമൊക്കെ ലോക്കറിൽ സാധനമൊക്കെ ലോക്കറിൽ തട്ടിക്കയറ്റി. ഇനി അടുത്തത് ബസ് പിടിച്ച് കൊച്ചി ടണൽ. ഇനി അത് തപ്പണം. ഇത് തപ്പി ക്ലിയർ ആക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ട് പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.